ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെമ്പരത്തി ജ്യൂസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറേയേറെ ഒരു 50-60 അതിൽ കൂടുതലുണ്ട് ചെമ്പരത്തി പൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 7-8 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ അല്ലെങ്കിൽ 3/4 കിലോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് 1 ലിറ്റർ വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും വെള്ളം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ കഴുകി അടർത്തി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചെമ്പരത്തിപ്പൂ കഴുകി അടർത്തി വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ചെമ്പരത്തിയുടെ പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ നിറം തന്നെ മാറിയിട്ടുണ്ട്. ഒരു വയലറ്റ് കളറായിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറ്. ഈ ഒരു കളറായിട്ടുണ്ട് വെള്ളത്തിന്. ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് നിർത്തിയിടാം. തണുത്തതിന് ശേഷം നമുക്ക് നാരങ്ങ പിഴിഞ്ഞത് ചേർക്കാം. നമ്മുടെ നാരങ്ങ ജ്യൂസ് അങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൽ നിന്നും ആ ചെമ്പരത്തി പൂവിൻ്റെ അലിഞ്ഞു ചേർന്നതെല്ലാം നമുക്ക് ഒന്ന് കോരിയെടുക്കാം. നമ്മളതെല്ലാം ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 10 നാരങ്ങ പിഴിഞ്ഞതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ട നമ്മുടെ അതിൽ ആ നാരങ്ങ വെള്ളത്തിൻ്റെ നിറമേ മാറി. നിറം ഇപ്പോൾ ഒരു റെഡ് കളറായി. കണ്ട ഈ ഒരു നിറമായിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. അരിച്ച് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി 2 പാത്രങ്ങളിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതേ പരുവത്തിനുള്ള മധുരം വേണം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയ ഒരു ജ്യൂസാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം ചെമ്പരത്തി ജ്യൂസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.